ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ കേരളമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് കറക്റ്റായിട്ട് ഇടാൻ ഞാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ മാത്രമാണ്. R15 വെർഷൻ 3യുടെ പുതിയൊരു എഡിഷനും കൂടെ ലോഞ്ച് ആയിട്ടുണ്ട്, മോൺസ്റ്റർ എനർജി എന്ന് പറഞ്ഞ പുതിയൊരു എഡിഷൻ. നിങ്ങൾ പലരും കണ്ടു കാണും. എന്തൊക്കെയാലും ഈ ഒരു ഗ്രാഫിക്സിൽ വരുന്ന ഈ മോൺസ്റ്റർ എനർജി എന്ന് പറഞ്ഞ ഈ ഒരു എഡിഷൻ എന്തൊക്കെയാലും പെട്ടെന്ന് എല്ലാവരും ഒന്ന് എടുത്ത് നോക്കും. അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് വെറൈറ്റിയാണ്. ഈ നമ്മുടെ യമഹയുടെ ഈ ഒരു ലോഗോ ഉണ്ടല്ലേ, ഇത് ഫുൾ ഗോൾഡൻ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ആ ഒരു എംബ്ലത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് സ്കീമിൽ നിന്നും ഒരു ഗോൾഡൻ യമഹയുടെ എംബ്ലോം കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലുക്ക് വരുന്നുണ്ട്. പിന്നെ ടാങ്കിൽ തന്നെ മോൺസ്റ്റർ എനർജിയുടെ ഒരു ലോഗോവും അതുപോലെ തന്നെ യമഹ റേസിംഗ് ഫാക്ടറിയുടെ ഒരു എംബ്ലോം കൂടെ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്കറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ R15 വെർഷൻ 3യുടെ മറ്റ് എഡിഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു എഡിഷനകത്ത് കൂടുതലായിട്ടും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റിക്കർ വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മോൺസ്റ്റർ എനർജിയുടെ ഒരു ലോഗോയും അതുപോലെ തന്നെ എമലൂബ്, ഇനിയോസ്, ഫ്രണ്ടിൽ തന്നെ വലുതായിട്ടൊരു മോൺസ്റ്റർ എനർജി എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. എന്താ പറയുക, നമ്മളൊരു കടയിൽ കൊണ്ട് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു മിഠായിയോടെ കിട്ടുന്ന ഒരു സ്റ്റിക്കർ മേടിച്ച് ഒട്ടിച്ചേക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. ഒരു ഫിനിഷിങ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗ്രാഫിക്സും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കർ വർക്കും ഈ ഒരു വണ്ടിക്കകത്ത് ഫുള്ളി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കിറ്റിൻ്റെ സൈഡിലായിട്ടാണ്. ഇനിയോസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിങ് കിറ്റിൻ്റെ മണ്ടയ്ക്കായിട്ട്, അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള അട്രാക്ഷനായ മോൺസ്റ്റർ എനർജിയുടെ വലിയൊരു എംബ്ലവും കിറ്റിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഫുള്ള് ബ്ലാക്കാണ് ഈ വണ്ടി, ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആ ഫ്യൂൽ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രമാണ് നമ്മുടെ യമഹയുടെ റേസിംഗ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ റെവ്സ്യൂ ഹാർട്ട് എന്ന് പറഞ്ഞ് യമഹയുടെ ആ ഒരു ടാഗ് ലൈനും ആ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റിക്കറിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് ഇല്ലായ്മയും ക്വാളിറ്റിയുടെ ചെറിയൊരു കുറവും കൂടെ ഒഴിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലുക്കുണ്ട് ഈ വണ്ടിക്കകത്ത്. അത്യാവശ്യം നല്ല എറിച്ച് നിൽക്കുന്ന ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു എഡിഷനകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട്. എന്നിരുന്നാലും ആ ഒരു ഫ്രണ്ടിലത്തേക്ക് ഒരു സ്റ്റിക്കറിങ് നമ്മൾ എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു ഫീലിംഗ് മാത്രമാണ് ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ മറ്റ് വേരിയൻ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടിക്ക് 2000 രൂപ കൂടുതലാണ് ഈ ഒരു എഡിഷന്. ഏകദേശം 1,42,000 രൂപ എടുത്ത് ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തൊക്കെയാലും ഇപ്പോൾ R15 വെർഷൻ 3യുടെ സെല്ലും കാര്യങ്ങളൊക്കെ കുതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലൂവും അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കും ആണ്. ഒരുപാട് വണ്ടി റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്, ബ്ലൂ ആയാലും ബ്ലാക്ക് ആയാലും റെഡ് ആയാലും. അപ്പോൾ കുറച്ച് വെറൈറ്റിക്ക് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് യൂണീക്കായിട്ട് ഒരു R15 വെർഷൻ 3 വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു എഡിഷൻ കിടിലമായിരിക്കും. അപ്പോൾ ഈ R15 വെർഷൻ 3യെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഈ ഒരു എഡിഷൻ്റെ ഈ ഒരു ലുക്കിനെ പറ്റിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അല്ലാതെ എഞ്ചിൻ പരമായിട്ടോ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടോ സ്പെക്ക് പരമായിട്ടോ ഒന്നും യാതൊരുവിധ മാറ്റം തന്നെ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സാധാരണ നോർമൽ R15 വെർഷൻ 3 പോലെ തന്നെ ഉള്ളു. അപ്പോൾ ഈ വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങളെന്തൊക്കെയാലും ഈ വീഡിയോ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് കാണും. എന്തൊക്കെയാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആകാൻ വേണ്ടി ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാലും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. ബൈ.